നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. പൈങ്കുളത്ത് ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ യുവാവിനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. ഒഴുക്കിൽപ്പെട്ടത് ചങ്ങനാശ്ശേരി സ്വദേശി ജസ്റ്റിൻ മാത്യു. യുവാവിനായുള്ള തിരച്ചിൽ തുടരുന്നു. അകമലയിൽ മുൻചക്രം ഊരിത്തെറിച്ച് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ ക്ഷേത്രത്തിലേക്ക് ഇടിച്ചുകയറി. ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. ട്രെയിനുകളിലൂടെയുള്ള കഞ്ചാവ് കടത്ത് വർദ്ധിക്കുന്നു. വലവിരിച്ച് ഷൊർണൂർ റെയിൽവേ പോലീസ്. ഒരാഴ്ചക്കിടെ പിടിച്ചെടുത്തത് 50 കിലോയിലധികം കഞ്ചാവ്. കഞ്ചാവ് ട്രെയിനിൽ ഉപേക്ഷിച്ച പ്രതികൾ രക്ഷപ്പെടുന്നത് പോലീസിന് തലവേദന. കുന്നംകുളത്ത് കൂലി ചോദിച്ചതിന് ഹോട്ടൽ ഉടമ ജീവനക്കാരെ മർദ്ദിച്ചതായി പരാതി. ഹെൽമറ്റ് കൊണ്ടുൾപ്പെടെയുള്ള മർദ്ദനത്തിൽ പരിക്കേറ്റ യുവാക്കൾ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. മർദ്ദനമേറ്റത് കുന്നംകുളം യേശുദാസ് റോഡിൽ പ്രവർത്തിക്കുന്ന കഫേ അങ്ങാടി ഹോട്ടലിലെ 2 ജീവനക്കാർക്ക്. പട്ടാമ്പിയിൽ പുതിയ മുനിസിപ്പൽ ഓഫീസ് കെട്ടിട നിർമ്മാണം പുരോഗമിക്കുന്നു. ബഹുനില കെട്ടിടം നിർമ്മിക്കുന്നത് 10 കോടി രൂപ ചെലവിൽ. കെട്ടിടത്തിന്റെ പൈലിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. പൈങ്കുളം വാഴാലിക്കാവ് ക്ഷേത്രത്തിന് സമീപം ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ ചങ്ങനാശ്ശേരി സ്വദേശിയായ യുവാവിനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. ചങ്ങനാശ്ശേരി അഞ്ചമ്പിൽ വീട്ടിൽ 34 വയസ്സുള്ള ജസ്റ്റിൻ മാത്യുവിനെയാണ് കാണാതായത്. എറണാകുളത്തു നിന്നെത്തിയ സ്കൂബ ഡൈവേഴ്സിന്റെയും ഷൊർണൂർ അഗ്നിരക്ഷാ സേനയുടെയും നേതൃത്വത്തിൽ യുവാവിനായുള്ള തിരച്ചിൽ തുടരുന്നു. ശനിയാഴ്ച വൈകുന്നേരം 4 മണിയോടെ ബന്ധുക്കളോടൊപ്പം കുളിക്കാനിറങ്ങിയപ്പോഴാണ് ജസ്റ്റിൻ ഒഴുക്കിൽപ്പെടുന്നത്. തുടർന്ന് സംഭവസ്ഥലത്തെത്തിയ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥനായ ഫഹദിന്റെ നേതൃത്വത്തിലുള്ള സ്കൂബ സംഘവും ചെറുതുരുത്തി പോലീസിന്റെയും മുങ്ങൽ വിദഗ്ധൻ നിഷാദിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ഏറെ നേരം തിരച്ചിൽ നടത്തിയെങ്കിലും വെളിച്ചക്കുറവ് മൂലം രാത്രി 8:30യോടെ തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. ഷൊർണൂർ അഗ്നിരക്ഷാസേനയുടെയും എറണാകുളത്ത് നിന്നെത്തിയ സ്കൂബ ഡൈവേഴ്സിന്റെയും നേതൃത്വത്തിൽ ഞായറാഴ്ച തിരച്ചിൽ വീണ്ടും പുനരാരംഭിച്ചു. ശനിയാഴ്ച രാവിലെയാണ് ജസ്റ്റിൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് കിള്ളിമംഗലത്തുള്ള ബന്ധുവീട്ടിലെത്തുന്നത്. ഏകദേശം ഇന്നലെ വൈകുന്നേരമാണ് അവരും സുഹൃത്തുക്കളും കുടുംബക്കാരും കൂടി പുഴയിലേക്ക് വന്നത്. അവിടുന്ന് പെട്ടെന്ന് ചുഴിയിൽ പെട്ടെന്ന് തോന്നുന്നു. അങ്ങനെ പുഴയിലേക്ക് താന്നു പോവുകയാണ്. അപ്പോൾ തന്നെ ഫയർഫോഴ്സിനെ അറിയിക്കുകയും ചെറുതുരുത്തി സ്റ്റേഷൻ പോലീസിലും എല്ലാവരും വന്നിരുന്നു. പക്ഷേ രാത്രി വൈകി 9 മണിയാകുമ്പോൾ തെരച്ചിൽ നടത്തി. ഇന്ന് കാലത്തപ്പോൾ ഫയർഫോഴ്സും സ്കൂബ ടീമും എത്തിയിട്ടുണ്ട്. വളരെ ഭംഗിയായ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും നമ്മുടെ അദ്ദേഹത്തെ ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മുൻചക്രം ഊരിത്തെറിച്ച് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ അകമല ശാസ്താ ക്ഷേത്രത്തിലേക്ക് ഇടിച്ചുകയറി. അപകടത്തിൽ ഓട്ടോ ഡ്രൈവർക്ക് തലയ്ക്ക് സാരമായി പരിക്കേറ്റു. രാവിലെ 6:15ഓടെയായിരുന്നു അപകടം. തൃശൂർ നഗരത്തിലോടുന്ന സൗത്ത് കൊണ്ടാഴി സ്വദേശി കൊട്ടത്ത് വീട്ടിൽ 55 വയസ്സുള്ള ബാബുവിന്റെ ഓട്ടോറിക്ഷയാണ് രാവിലെ 6:15ഓടെ അപകടത്തിൽപ്പെട്ടത്. മുൻവശത്തെ ചക്രം ഊരിപ്പോയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ അകമല ശാസ്താ ക്ഷേത്രത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഡ്രൈവർ ബാബുവിന്റെ തലയ്ക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇയാളെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊണ്ടാഴിയിൽ നിന്ന് തൃശൂരിലേക്ക് സഞ്ചരിക്കുന്നതിനിടയിലായിരുന്നു അപകടം. ഇടിയുടെ ആഘാതത്തിൽ വാഹനത്തിന്റെ മുൻഭാഗവും ക്ഷേത്രത്തിന്റെ സുരക്ഷാവേലിയും ഭാഗികമായി തകർന്നു. സുരക്ഷാവേലിയോട് ചേർന്ന് നിർത്തിയിട്ടിരുന്ന ഇരുചക്രവാഹനത്തിനും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ട്രെയിനുകളിലൂടെയുള്ള കഞ്ചാവ് കടത്ത് വർദ്ധിക്കുന്നു. ദീർഘദൂര ട്രെയിനുകളിലാണ് കഞ്ചാവ് കടത്ത് വ്യാപകമാകുന്നത്. ഷൊർണൂരിൽ മാത്രം കഴിഞ്ഞ ഒരാഴ്ചക്കിടെ പിടിച്ചെടുത്തത് 50 കിലോയിലധികം കഞ്ചാവാണ്. പ്രതികൾ രക്ഷപ്പെടുന്നതാണ് പോലീസിനെ വലയ്ക്കുന്നത്. ട്രെയിനുകളിലൂടെയുള്ള കഞ്ചാവ് കടത്ത് സമീപ മാസങ്ങളിലായി വൻതോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ഷൊർണൂരിൽ ഉൾപ്പെടെ പോലീസ് വലവിരിച്ച് കാത്തിരിപ്പുണ്ടെങ്കിലും പലപ്പോഴും പ്രതികളെ പിടികൂടാൻ കഴിയുന്നില്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ ഷൊർണൂരിൽ പിടിച്ചെടുത്തത് 50 കിലോയിലധികം കഞ്ചാവാണ്. അധികവും ദീർഘദൂര ട്രെയിനുകളിലാണ് കഞ്ചാവ് കടത്തുന്നത്. ചെന്നൈയിൽ നിന്നെത്തുന്ന ട്രെയിനുകളിലും നേത്രാവതി എക്സ്പ്രസ് ട്രെയിനിൽ നിന്നുമാണ് ഈ ആഴ്ച വിവിധ ദിവസങ്ങളിലായി 50 കിലോയിലധികം കഞ്ചാവ് പിടികൂടിയത്. ജനറൽ കോച്ചിൻ്റെ സീറ്റിൻ്റെ അടിയിൽ ബാഗിൽ സൂക്ഷിച്ച നിലയിലായിരിക്കും കഞ്ചാവ്. റെയിൽവേ പോലീസ് പരിശോധന നടത്തി വരുമ്പോഴേക്കും കഞ്ചാവ് കൊണ്ടുവരുന്നവർ അവിടെ നിന്ന് മാറിയിട്ടുണ്ടാകും. ഇങ്ങനെ പ്രതികൾ രക്ഷപ്പെടുന്നതാണ് പോലീസിനെ വലയ്ക്കുന്നത്. കോച്ചുകളിൽ CCTV സംവിധാനം ഒരുക്കുകയാണെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാനാകും. CCTV സ്ഥാപിക്കുന്നതിലൂടെ കഞ്ചാവ് കടത്ത് ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ കഴിയുമെന്ന് പോലീസ് വിലയിരുത്തുന്നു. ഷൊർണൂർ റെയിൽവേ പോലീസ് SI അനിൽ മാത്യുവിൻ്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹമാണ് ട്രെയിനിലൂടെയുള്ള കഞ്ചാവ് കടത്ത് തടയാൻ മികച്ച പരിശ്രമം നടത്തുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടുതലാണ് ഈ വർഷം പിടിച്ചെടുത്ത കഞ്ചാവിൻ്റെ തോതെന്ന് SI അനിൽ മാത്യു പറഞ്ഞു. ഓരോ പരിശോധനയിലും കിലോ കണക്കിന് കഞ്ചാവാണ് പിടികൂടുന്നത്.
ചുരുങ്ങിയ വിലയ്ക്ക് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കഞ്ചാവിൻ്റെ വില കേരളത്തിൽ 10 ഇരട്ടിയാണ്. കഞ്ചാവ് വിൽപ്പന നടത്തി വേഗത്തിൽ പണമുണ്ടാക്കുകയാണ് കഞ്ചാവ് കടത്തുകാരുടെ ലക്ഷ്യം. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൻ്റെ സമയപരിധി മൂലം ഒരു ട്രെയിൻ പരിശോധിക്കുമ്പോൾ കുറച്ചു കോച്ചുകൾ മാത്രമാണ് പരിശോധിക്കാൻ കഴിയുക. ഷൊർണൂരിൽ പരിശോധന കർശനമായതോടെ കഞ്ചാവുമായി എത്തുന്നവർ പാലക്കാട്, ഒറ്റപ്പാലം എന്നീ റെയിൽവേ സ്റ്റേഷനുകളിൽ ഇറങ്ങി റോഡ് മാർഗം പോകുന്നതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇവരെ പിടികൂടാനും പോലീസ് വലവിരിച്ചിട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കുന്നംകുളത്ത് കൂലി ചോദിച്ചതിന് ഹോട്ടലുടമ ജീവനക്കാരെ മർദ്ദിച്ചതായി പരാതി. കുന്നംകുളം യേശുദാസ് റോഡിൽ പ്രവർത്തിക്കുന്ന കഫേ അങ്ങാടി ഹോട്ടലിലെ ജീവനക്കാരാണ് കുന്നംകുളം പോലീസിൽ പരാതി നൽകിയത്. ഹോട്ടലിലെ ജീവനക്കാരായ മങ്ങാട് സ്വദേശി 20 വയസ്സുള്ള അക്ഷയ്, തിരുത്തിക്കാട് സ്വദേശി 20 വയസ്സുള്ള ഹരിദേവ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ഹരിദേവിന് ഉച്ചയ്ക്ക് 1 മണി മുതൽ രാത്രി 12 മണി വരെ ജോലി ചെയ്യുന്നതിന് ദിവസം 600 രൂപയും അക്ഷയ്ക്ക് വൈകിട്ട് 7 മണി മുതൽ രാത്രി 1 മണി വരെ ജോലി ചെയ്യുന്നതിന് 300 രൂപയുമാണ് ദിവസക്കൂലി നൽകിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ 3 ആഴ്ച ജോലി ചെയ്ത കൂലി നൽകിയില്ലെന്ന് പറയുന്നു. ഈ കൂലി ചോദിക്കാനായി യുവാക്കൾ 9:30 കഫേ അങ്ങാടി ഹോട്ടലിൽ എത്തിയപ്പോഴാണ് സ്ഥാപന ഉടമയും സ്ഥാപനത്തിലെ മറ്റു ജീവനക്കാരും ചേർന്ന് മർദ്ദിച്ചതെന്ന് ഇവർ പറഞ്ഞു. 3 മാസം പണി തരുന്നത് ശമ്പളം, ലാസ്റ്റത്തെ 3 ആഴ്ച ശമ്പളം ഞങ്ങൾക്ക് തന്നിട്ടില്ല. അത് ചോദിച്ചിട്ട് ഞങ്ങൾ നിരന്തരം വിളിച്ചിരുന്നു, കാര്യങ്ങളുണ്ടായിരുന്നു. മലയാളി പറഞ്ഞിരുന്നത് ഓരോ തവണകൾ പറഞ്ഞിട്ട് അത് നീട്ടി പോയി. ഇപ്പോൾ ഞങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങൾ ഞങ്ങൾക്കുണ്ട്. ആളുടെ സിറ്റുവേഷൻ കാര്യങ്ങൾ പറയുന്നത് ഞങ്ങളിന്ന് ഫണ്ടിന് ക്യാഷ് കിട്ടാൻ വേണ്ടി പോയതാണ്. അവിടെ വേറെ ആൾക്കാർ കാര്യങ്ങളുണ്ട്, അത് വെച്ചിട്ട് ഞങ്ങളതിനെ മർദ്ദിക്കാനുണ്ടായത്. ഹെൽമറ്റ് കൊണ്ടുൾപ്പെടെയുള്ള മർദ്ദനത്തിൽ മുഖത്തും ചുണ്ടിനും പരിക്കേറ്റ യുവാക്കൾ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പി നഗരസഭയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. 10 കോടി രൂപ ചെലവിൽ 5 നിലകളിലായാണ് പുതിയ ആസ്ഥാന മന്ദിരം ഒരുങ്ങുന്നത്. പൈലിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചു. പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ മത്സ്യ മാർക്കറ്റിന് സമീപത്താണ് പട്ടാമ്പി നഗരസഭയ്ക്ക് പുതിയ ആസ്ഥാന മന്ദിരം ഒരുങ്ങുന്നത്. 10 കോടി രൂപ ചെലവിലാണ് മുനിസിപ്പൽ ടവറിന്റെ നിർമ്മാണം. ബലപരിശോധന പൂർത്തിയാക്കിയതോടെ പൈലിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത കേരളത്തിലെ ആദ്യത്തെ നഗരസഭാ സമുച്ചയമാകും പട്ടാമ്പിയിൽ യാഥാർത്ഥ്യമാകുന്നത്. സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സൗകര്യമായ ഫ്രണ്ട് ഓഫീസ്, ടോയ്ലറ്റ് സൗകര്യങ്ങൾ, കാർ പാർക്കിംഗ് സൗകര്യത്തോടു കൂടി പരിപൂർണമായും ശീതീകരിച്ച ഒരു മുനിസിപ്പൽ ഓഫീസാണ് പട്ടാമ്പിയിൽ അതിൻ്റെ പ്രവൃത്തി ആരംഭിച്ചിട്ടുള്ളത്. 8,97,00,000 രൂപയാണ് അതിൻ്റെ അടങ്കൽ തുക. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് അതിൻ്റെ പ്രവൃത്തി ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ 49 പൈലിംഗ് ആണ് നടത്തേണ്ടത്. ഒരു പൈലിംഗ് ഏകദേശം 8 മീറ്റർ താഴ്ച വരും. ഇപ്പോൾ 15 പൈലിംഗ് ഇപ്പോൾ നിലവിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. 2025 കൂടി സാധാരണക്കാരായ ആളുകൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ തുറന്നു കൊടുക്കാൻ സാധിക്കുന്ന രീതിയിലാണ് അതിൻ്റെ പ്രവൃത്തികളുമായി മുന്നോട്ട് പോകുന്നത്. ഗ്രൗണ്ട് ഫ്ലോർ അടക്കം 5 നിലകളിലായാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ഓരോ സെക്ഷനും പ്രത്യേകം ഓഫീസുകൾ കെട്ടിടത്തിൽ സജ്ജീകരിക്കും. ജനപ്രതിനിധികൾക്ക് പ്രത്യേക ക്യാബിനുകൾ, ശുചിമുറി, വിശ്രമ കേന്ദ്രം, ലിഫ്റ്റ്, പാർക്കിംഗ് എന്നിവ പുതിയ കെട്ടിടത്തിൽ സജ്ജമാകും. നിലവിലുള്ള നഗരസഭാ കെട്ടിടത്തിൽ സ്ഥലപരിമിതിയിലാണ് ഓഫീസും മറ്റും പ്രവർത്തിക്കുന്നത്. പുതിയ മുനിസിപ്പൽ ടവർ യാഥാർത്ഥ്യമാവുന്നതോടെ പൊതുജനങ്ങൾക്കും നഗരസഭാ ജീവനക്കാർക്കും ജനപ്രതിനിധികൾക്കും വലിയ സഹായകമാകും. പുതിയ റവന്യൂ ടവറും ഇതിന് സമീപത്താണ് നിർമ്മിക്കുന്നത്. ഇതും കൂടി പൂർത്തിയാകുന്നതോടെ പ്രദേശത്തിന്റെ മുഖച്ഛായ മാറുകയും പട്ടാമ്പി നഗരത്തിന്റെ ആസ്ഥാന കേന്ദ്രമായി മാറുകയും ചെയ്യും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ICDS ഒറ്റപ്പാലം അഡീഷണൽ ബ്ലോക്ക് തല പോഷകാഹാര മേള വാണിയംകുളം പഞ്ചായത്ത് ഹാളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. പോഷകമാസാചരണത്തിന്റെ ഏറ്റവും പ്രത്യേകത നമ്മുടെ കേരള സമൂഹം അല്ലെങ്കിൽ പൊതുവായി നമ്മുടെ ആളുകൾ നേരത്തെ പട്ടിണിയുടെ ഒരു കാലം ഉണ്ടാകും. ആ കാലത്ത് നമ്മളെ ജീവിതശൈലി രോഗങ്ങൾ കുറവായി. പട്ടിണിയുടെ കാലത്ത് ജീവിതശൈലി രോഗങ്ങൾ കുറവാകുകയും പട്ടിണിയൊക്കെ മാറി നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റത്തിന്റെ ഭാഗമായി നമ്മുടെ ഭക്ഷണ രീതിയിൽ വലിയ തോതിലുള്ള മാറ്റം സംഭവിച്ചു.
ഉദ്ഘാടന ചടങ്ങിൽ CDPO PM ശ്രീജ അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് സെക്രട്ടറി AK വിനോദ്, ബയാന, പ്രത്യൂഷ കാനാത്ത്, M ഉമൈറ, CC ജിതിൻ, KV സുജിത്ത് എന്നിവർ സംസാരിച്ചു. അംഗൻവാടി വർക്കർമാർ ഒരുക്കിയ പോഷകാഹാരങ്ങളുടെ പ്രദർശനവുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പേരൂർ ഗാന്ധി സേവാ സദനം കഥകളി അക്കാദമിയുടെയും പട്ടിക്കാംതൊടി സ്മാരക ട്രസ്റ്റിന്റെയും നേതൃത്വത്തിൽ കഥകളി ആചാര്യൻ പട്ടിക്കാംതൊടി രാമുണ്ണി മേനോൻ ജയന്തി ആഘോഷവും പുരസ്കാര സമർപ്പണവും നടന്നു. VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം എത്രയോ വർഷങ്ങളായിട്ട് എനിക്ക് നേരിട്ടുള്ളത് അയൽവാസിയായിരുന്നു മാത്രമല്ല, സത്യഭാമ ടീച്ചറും അതുപോലെ എൻ്റെ അമ്മയൊക്കെ ഒരു കുടുംബ ബന്ധം പോലെ ഷൊർണൂരിൽ താമസിച്ചിരുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഉത്തമൻ. അദ്ദേഹവും കഥകളി രംഗത്ത് ഏറ്റവും അറിയപ്പെട്ടിട്ടുള്ള ഒരു കലാകാരനാണ്. ആശാനാണ് ഞങ്ങൾ എല്ലാവരും വിളിക്കുക. ടീച്ചറും അതുപോലെ തന്നെ പ്രിൻസിപ്പളായിട്ടാണ് കലാമണ്ഡലത്തിൽ. പരിപാടിയിൽ ഡോക്ടർ PK മാധവൻ അധ്യക്ഷനായി. ഈ വർഷത്തെ പട്ടിക്കാംതൊടി പുരസ്കാരം നേടിയ കലാനിലയം ഗോപിക്കുള്ള പുരസ്കാരം അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA നിർവഹിച്ചു. മണ്ണൂർ രാജകുമാരനുണ്ണി, ലക്കിടിപ്പേരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ്, അപ്പുക്കുട്ടൻ സൊരലയം, ഡോക്ടർ സദനം ഹരികുമാർ, പ്രിൻസിപ്പൽ സദനം ഗോപാലകൃഷ്ണൻ, കലാനിലയം ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മണികണ്ഠചരിതം കഥകളിയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പത്തിരിപ്പാല മൗണ്ട് സീന ലൈഫ് സ്കിൽ മോറൽ സ്റ്റഡി ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ വെളിച്ചമാണ് തിരുദൂതർ എന്ന വിഷയത്തിൽ സൗഹൃദ സംഗമം നടത്തി. സൗഹൃദ സംഗമത്തിൽ GK എടത്തനാട്ടുകര മുഖ്യപ്രഭാഷണം നടത്തി. മൗണ്ട് സീന ഗ്രൂപ്പ് CEO മുഹമ്മദ് ബഷീർ അധ്യക്ഷനായി. മൗണ്ട് സീന പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ KS വിനോദ്, ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പൽ ജുമാന ഹസീൻ, മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ ഷംസുദ്ദീൻ പത്തിരിപ്പാല, അബ്ദുൽ ഗഫൂർ തുടങ്ങിയവർ പങ്കെടുത്തു. മൗണ്ട് സീന മാനേജർ K അബ്ദുൽ സലാം, ഇംഗ്ലീഷ് സ്കൂൾ അക്കാദമി കോർഡിനേറ്റർ റഫീഖ് എന്നിവർ പരിപാടി നിയന്ത്രിച്ചു. മൗണ്ട് സീന പബ്ലിക് സ്കൂൾ മദ്രസ ഹെഡ് റുഫൈൽ പ്രാർത്ഥന ചൊല്ലി. ലൈഫ് സ്കിൽ ഡയറക്ടർ അബ്ദുൾ അസീസ് കള്ളിയത്ത് സ്വാഗതവും മൗണ്ട് സീന പബ്ലിക് സ്കൂൾ മദ്രസ ഹെഡ് ഷമീർ മുഹമ്മദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കടമ്പൂർ ശ്രീ പനയൂർക്കാവിൽ മംഗല്യപൂജ നടത്തി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അണ്ടലാടി വിഷ്ണു നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു പൂജ. 120ഓളം ഭക്തരാണ് ക്ഷേത്രത്തിൽ മംഗല്യപൂജ വഴിപാട് നടത്തിയത്. വർഷത്തിൽ ഏപ്രിൽ സെപ്റ്റംബർ മാസങ്ങളിലാണ് ക്ഷേത്രത്തിൽ മംഗല്യപൂജ നടത്തപ്പെടുന്നത്. മംഗല്യപൂജ വഴിപാട് നടത്തി ഫലപ്രാപ്തി നേടിയവർ ഏറെയാണ്. മംഗല്യപൂജ നടത്തി മംഗല്യ സൗഭാഗ്യം നേടിയാൽ ഭഗവതിക്ക് പട്ടും താലിയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്ന വിശ്വാസത്തോടെ ഒട്ടേറെ ഭക്തരാണ് ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരുന്നത്. മംഗല്യപൂജയിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അണ്ടലാടി മനക്കൽ വിഷ്ണു നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രത്തിലെത്തിയ ഭക്തർക്ക് പ്രഭാത ഭക്ഷണവും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പത്തിരിപ്പാല മക്ക മസ്ജിദ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സൗഹൃദ വിരുന്നും കുടുംബസംഗമവും നടന്നു. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ വൈസ് പ്രസിഡന്റ് ബഷീർ ഹസൻ നദ്വി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഷംസുദ്ദീൻ പത്തിരിപ്പാല അധ്യക്ഷനായി. ഷിഹാബ് പത്തിരിപ്പാല സ്വാഗതം പറഞ്ഞു. അബ്ദുൾ അസീസ് കള്ളിയത്ത്, അബ്ദുൾ ഗഫൂർ, വിനോദ് മാസ്റ്റർ, ഉദയകുമാർ, യൂസഫ് സിറ്റിസൺ, ശിവദാസൻ, ഹരിത, അനിത, മോഹൻദാസ്, വിൻസെന്റ്, ലീല ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓണം എന്ന് പറയുന്നത് കേരളീയരുടെ ഒരു കാർഷികോത്സവമാണ്. അതായത് കള്ളക്കർക്കിടം കഴിഞ്ഞ് മാനം വെളുക്കുമ്പോൾ സമൃദ്ധിയുടെ അതുപോലെ തന്നെ വിളവെടുപ്പിൻ്റെ കാലത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ മലയാളികൾ ഒന്നിച്ചാഘോഷിച്ച ആഘോഷത്തിൻ്റെ പേരാണ് യഥാർത്ഥത്തിൽ ഓണം എന്ന് പറയുന്നത്. ഓണത്തിന് പൊന്നിൻ ചിങ്ങം എന്നും അതുപോലെ പൊന്നോണം എന്നും നമ്മൾ പറയാറുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഇങ്ങനെ മാനം തെളിയുമ്പോഴാണ് കടലിലൂടെ മതസൗഹാർദ്ദത്തിന്റെ വേദി കൂടിയായി മക്ക മസ്ജിദ് സംഘടിപ്പിച്ച കൂട്ടായ്മ. വിവിധ ഇതര മതസ്ഥരിൽപ്പെട്ട 60ഓളം പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.
അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ഷൊർണൂർ യൂണിറ്റ് യോഗം മഞ്ഞക്കാട് ശ്രാമ്പിക്കൽ അയ്യപ്പ ക്ഷേത്ര സന്നിധിയിൽ ചേർന്നു. പ്രസിഡന്റ് ശ്രാമ്പിക്കൽ മണികണ്ഠൻ, സെക്രട്ടറി പത്മജൻ, സംസ്ഥാന കമ്മിറ്റി അംഗം എസ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. യൂണിറ്റിന്റെ തുടർ പ്രവർത്തനങ്ങളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു. മണ്ണൂർ നഗരിപ്പുറം സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗം നടന്നു. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത ഉദ്ഘാടനം ചെയ്തു. വളരെ ഫലപ്രദമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ സഹകരണ ബാങ്കും കൂടി നിന്നുകൊണ്ടാണ് അവർ വളരെയേറെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് എന്നല്ല, കർഷകർക്കും മറ്റുള്ള ആളുകൾക്കും എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടി നിർത്തിക്കൊണ്ട് നല്ല ഒരു മാതൃകാപരമായ പ്രവർത്തനം ഈ ബാങ്കിന് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ വി സ്വാമിനാഥൻ, മുൻ ബാങ്ക് പ്രസിഡന്റ് പി എൻ സത്യജിത്ത്, വാസു മാസ്റ്റർ, അപ്പുകുട്ടൻ, ശ്രീകുമാരൻ, ബാങ്ക് ഡയറക്ടർമാരായ എഫ് ജെ നജീബ്, സുരേഷ്, പി പ്രമോദ്, ശശിധരൻ, അരവിന്ദാക്ഷൻ, എൻ സി രമണി, സതീഷ്, സുരേഷ്, സരിത, ടി ആർ ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് എ വി എം റസാഖ് സ്വാഗതവും ഓമന രാജൻ നന്ദിയും പറഞ്ഞു. യോഗത്തിൽ ബാങ്കിന്റെ ഒരു വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. സെക്രട്ടറി സ്മിത വാർഷിക പദ്ധതിയും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. പൈങ്കുളത്ത് ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ യുവാവിനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. ഒഴുക്കിൽപ്പെട്ടത് ചങ്ങനാശ്ശേരി സ്വദേശി ജസ്റ്റിൻ മാത്യു. യുവാവിനായുള്ള തിരച്ചിൽ തുടരുന്നു. അകമലയിൽ മുൻചക്രം ഊരിത്തെറിച്ച് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ ക്ഷേത്രത്തിലേക്ക് ഇടിച്ചുകയറി. ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. ട്രെയിനുകളിലൂടെയുള്ള കഞ്ചാവ് കടത്ത് വർദ്ധിക്കുന്നു. വലവിരിച്ച് ഷൊർണൂർ റെയിൽവേ പോലീസ്. ഒരാഴ്ചക്കിടെ പിടിച്ചെടുത്തത് 50 കിലോയിലധികം കഞ്ചാവ്. കഞ്ചാവ് ട്രെയിനിൽ ഉപേക്ഷിച്ച പ്രതികൾ രക്ഷപ്പെടുന്നത് പോലീസിന് തലവേദന. കുന്നംകുളത്ത് കൂലി ചോദിച്ചതിന് ഹോട്ടൽ ഉടമ ജീവനക്കാരെ മർദ്ദിച്ചതായി പരാതി. ഹെൽമറ്റ് കൊണ്ടുൾപ്പെടെയുള്ള മർദ്ദനത്തിൽ പരിക്കേറ്റ യുവാക്കൾ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. മർദ്ദനമേറ്റത് കുന്നംകുളം യേശുദാസ് റോഡിൽ പ്രവർത്തിക്കുന്ന കഫേ അങ്ങാടി ഹോട്ടലിലെ 2 ജീവനക്കാർക്ക്. പട്ടാമ്പിയിൽ പുതിയ മുനിസിപ്പൽ ഓഫീസ് കെട്ടിട നിർമ്മാണം പുരോഗമിക്കുന്നു. ബഹുനില കെട്ടിടം നിർമ്മിക്കുന്നത് 10 കോടി രൂപ ചെലവിൽ. കെട്ടിടത്തിന്റെ പൈലിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു.